നെയ്ച്ചോറും ചെമ്മീൻ റോസ്റ്റാണ് ഇന്ന് സൺഡേ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അതിന് വേണ്ടി കുറച്ച് ചെമ്മീൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളിയും മറ്റേ ഇഞ്ചിയും സാധനങ്ങളൊക്കെ റെഡി ആക്കണമല്ലോ. അതാണ് കുറച്ച് നേരം മെനക്കെട്ട വടി. അങ്ങനെ അതിയായി തന്നെ ചിക്കൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എൻ്റെ കയ്യിൽ എന്തൊക്കെ കിട്ടണോ അതൊക്കെ ഞാൻ അതിൽ ഇട്ടു ഫ്രൈ ചെയ്യാൻ വേണ്ടി. കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഒരു ചെറുനാരങ്ങ ഒഴിച്ച് പിന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് മെത്തി ലീവ്സ് കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇനി കുറച്ച് നേരം കൊണ്ടുപോയി ഫ്രിഡ്ജിലേക്ക് ഇടും. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ആ നേരത്തെ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി കഴുകിയിട്ടുള്ള ആദ്യത്തെ വെള്ളം ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ചിക്കൻ ഞാനൊന്ന് കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആവുമല്ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ മസാലയൊക്കെ തേച്ച് ഇവിടെ വെച്ചു. ഇത് നെയ്ച്ചോറിക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നെയ്യിലിട്ടൊന്ന് വഴറ്റിയിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് വയ്ക്കുക. പിന്നെ ഒരു സ്നിക്കേഴ്സ് ഇരിക്കണമെന്ന് പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് അകത്താക്കി അത് കഴിഞ്ഞ് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അരിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വയ്ക്കും. അതാണ് എൻ്റെ നെയ്ച്ചോറ്. പിന്നെ ഇന്നലെ വാങ്ങിച്ച പാൽക്കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്ത് കഴിച്ച് ചൂടാക്കി. പിന്നെ ഇവിടെ ആ സമയത്ത് ഈ ഒരു ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ കൂടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചെമ്മീൻ മസാല ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുട്ടിൻ്റെ ഒപ്പം അതുപോലെ നെയ്ച്ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ലതാണ്. വീട്ടിൽ ഇവിടെ ചിക്കൻ ഫ്രൈ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഇവിടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ മസാലയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സാലഡ് ഇട്ടു അച്ചാറിട്ടു പപ്പടം ഉണ്ടായില്ല കേട്ടോ. പപ്പടം മറക്കാൻ പിന്നെ മടിയായി ലാസ്റ്റ് ആയിപ്പോൾ. ഈ ഒരു സാലഡ് ആക്കി കഴിഞ്ഞപ്പോൾ അതിൽ ഒഴിക്കാനായിട്ട് ചെറുനാരങ്ങ ഉണ്ടായില്ല കേട്ടോ. പിന്നെ അപ്പോഴത്തെ റൂമിലൊക്കെ പോയിട്ട് അവളുടെ അടുത്ത് ഓടി പോയിട്ടൊക്കെ വാങ്ങിച്ച് ഇതെല്ലാം കൂടി സെറ്റപ്പ് ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് കുറേ നേരത്തേക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്ത് കഴിച്ചു. പിന്നെ ഇത് കുറച്ച് ലിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ലിച്ചല്ല ലോഗൻ. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു ഫ്രൂട്ട് ആകുമ്പോൾ കാണുന്നുണ്ടാവും വീഡിയോ. അപ്പോൾ മിൽക്ക് ബിക്കീസിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്. അങ്ങനെ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ബോക്സിൽ. അപ്പോൾ പിന്നെ അതേ 2-3 എടുത്ത് കഴിച്ചു. പിന്നെ ഈ ചായ കുടിക്കുന്ന സമയമായി പെട്ടെന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കി രാത്രി ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇന്നങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നും ഇല്ല. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെ കണ്ടിട്ട് കുറച്ചായി. പിന്നെ അവരായിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ വന്നേക്കുന്നത് റോയൽ മന്തിക്കടയിലുണ്ട്. അപ്പോൾ അവിടെ വന്നു മന്തിയൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ ഇതിൽ ഫിഷ് ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട്. ഞാനാണെങ്കിൽ ഫിഷും ചിക്കനാണല്ലോ കഴിക്കുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കൂടെ മയണൈസ് ഉണ്ട്. ഇവിടെ പല മന്തിക്കടയിൽ വന്നു കഴിഞ്ഞാൽ അറബിക് മന്തി ആണെങ്കിൽ മയണൈസ് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മയണൈസ് ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഇഷ്ടമാണ്. മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ചായ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കോമ്പോയിൽ തന്നെ കുനാഫി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ലുക്കിമത്ത് ഉണ്ടായിരുന്നു. കുനാഫയുടെ മുകളിൽ സിറപ്പൊക്കെ ഒഴിച്ച് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയായിട്ട് സൺഡേ ആയിട്ടുള്ള വിശേഷം. അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.